ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. 1971 തൊട്ട് ഇങ്ങോട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ വരുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കും. Microprocessor is a single chip that contains large scale of integration of electronic components like transistors, capacitors and resistors. ഇതിനെ മൂന്നിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു ചിപ്പാണ്, ഒരു സിംഗിൾ ചിപ്പാണ് നമ്മുടെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. Possible to place computers central processing unit in a single chip. നമ്മുടെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനേക്കാളും കൂടുതൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനുണ്ട്. ഈ ഒരു LSI പിന്നീട് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ സ്കെയിൽ നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്തു. പിന്നീട് ഇതിൻ്റെ സൈസ് ഒന്നുകൂടെ ചെറുതായി. അതുപോലെ ഇതിനെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ ആക്സസ് ചെയ്യാനും അതുപോലെ ഇതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡും ഫാസ്റ്റായിട്ട് മാറി. These computers were interconnected to form computer networks which eventually led to the development of internet. ഈ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം കണക്ട് ചെയ്തു. പിന്നീട് അത് നമ്മുടെ ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ലീഡ് ചെയ്തു. ഇത് നല്ലോണം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിതിന് പറയാൻ പറ്റും. നമ്മൾ കോമൺലി എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഈ ഒരു ഫോർത്ത് ജനറേഷനിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ പോപ്പുലർ കമ്പ്യൂട്ടേഴ്സ് ആയ IBM PC ആൻഡ് ആപ്പിൾ II ഇത് വരുന്നത് ഈ ഒരു ഫോർത്ത് ജനറേഷനിലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ, അതായത് ലാസ്റ്റ് ജനറേഷൻ. ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഈ ഒരു ഫിഫ്ത്ത് ജനറേഷനിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് മെയിൻ ആയിട്ടും ബേസ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ്. അപ്പം AI എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിത് ഫ്യൂച്ചറായിട്ടാണ് പറയുന്നത്, പക്ഷെ ഇപ്പം കറൻ്റ്ലി നമ്മൾ ഈ ഒരു ഫിഫ്ത്ത് ജനറേഷനിലാണ് നിൽക്കുന്നത്. AI refers to the development of computer system that can perform tasks that typically requires human intelligence. ഹ്യൂമൻ ഇൻ്റലിജൻസ് ആവശ്യമായിട്ടുള്ള ടാസ്കുകൾ കമ്പ്യൂട്ടറിന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തതിനെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ പറയുന്നത്. Such intelligent systems are still in development stage. Currently developed ആയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സിസ്റ്റംസ്. Applications for speech recognition, face recognition and robotic vision and movement are already available. അല്ലേ, ഫേസ് റെക്കഗ്നീഷൻ നമ്മുടെ ഫോണിലാണെങ്കിൽ തന്നെ നമ്മുടെ ഫേസ് റെക്കഗ്നീഷൻ, ഫിംഗർ പ്രിൻ്റ് സംഭവങ്ങളൊക്കെ എല്ലാം നമ്മൾ ഓൾറെഡി വന്നു അല്ലേ. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസ് ഒക്കെ ഓൾറെഡി കറൻ്റ്ലി അവൈലബിൾ ആണ്. The most common AI programming languages are LSIP and Prolog. ഇത് രണ്ടുമാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള AI പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ എല്ലാ ജനറേഷൻസും, അതായത് ഫസ്റ്റ് ജനറേഷൻ തൊട്ട് ഫിഫ്ത്ത് ജനറേഷൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാം കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു ടേബിളാണ് ഈ കാണുന്നത്. ഓക്കെ, അതിൽ ഓരോ ജനറേഷനും ഉണ്ട്, അതിൻ്റെ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. നോക്കിയേ, ഫസ്റ്റ് ജനറേഷൻ്റെ ടെക്നോളജി എങ്ങനെയായിരുന്നു? വാക്വം ട്യൂബ്സ് ആയിരുന്നു അല്ലേ. സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ അത് ട്രാൻസിസ്റ്റർ ആയി. തേർഡ് ജനറേഷൻ വന്നപ്പോൾ അത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയി. ഫോർത്തിൽ വന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? മൈക്രോ പ്രോസസ്സർ അല്ലേ. മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്ത് അതുകൊണ്ട് തന്നെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഫിഫ്ത്തിൽ വന്നപ്പം അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയി. ഇനി അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ്? ഫസ്റ്റിലും സെക്കൻഡിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഇല്ല. തേർഡിൽ വരുമ്പോൾ ഉണ്ട്. തേർഡ് ഫോർത്ത് അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ലാംഗ്വേജ് എന്താണ്? ഫസ്റ്റ് വരുമ്പോഴേക്കും ഫസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ് എന്താണ്? മെഷീൻ ലാംഗ്വേജ് ആണ്, ബൈനറി ലാംഗ്വേജ് ആണ് അല്ലേ. സെക്കൻഡ് വന്നപ്പോഴാണ് അസംബ്ലി ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തേർഡ് ജനറേഷൻ വന്നപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് വന്നു. തേർഡ് തൊട്ട് ഇങ്ങോട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഇനി അതിൻ്റെ ടൈം പീരീഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഒരു ടൈം പീരീഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റത്തെ വരുന്നത് 1940 മുതൽ 1956 വരെയാണ്. സെക്കൻഡ് വരുന്നത് 1956 മുതൽ 1963 വരെയാണ്. തേർഡ് ജനറേഷൻ വരുന്നത് 1964 മുതൽ 1971 വരെ. ഫോർത്ത് വരുന്നത് 1971 ടു പ്രസൻറ്റ്. നമുക്കിപ്പം കറൻ്റ്ലി ഫിഫ്ത്തിൽ എത്തിയെങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് 1971 ടു പ്രസൻറ്റ് ആണ് ഫോർത്ത് ജനറേഷൻ. ഫിഫ്ത്ത് എന്ന് പറയുന്നത് പ്രസൻറ്റ് ആൻഡ് യെറ്റ് ടു കം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു 5 ജനറേഷൻ. അങ്ങനെ ഈ ഒരു ടേബിളോടുകൂടി നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കും ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അങ്ങനെ നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്താണ്, പ്രോസസ്സർ എന്താണെന്നൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തത് ആരാണ്? നമ്മുടെ ഇന്റൽ കോർപ്പറേഷൻ 1971 ഫസ്റ്റ് പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ പേര് ഇന്റൽ 4004. അതിൻ്റെ ട്രാൻസിസ്റ്റർ കൗണ്ട് വരുന്നത് 2300 ആണ്. ഇനി നമുക്ക് ഇപ്പം കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പോപ്പുലർ പ്രോസസ്സേഴ്സിൻ്റെ കൗണ്ട് നമുക്ക് നോക്കാം. എത്രയാണ് ട്രാൻസിസ്റ്റർ കൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കാം.
ഇന്റൽ 8086ന്റെ ട്രാൻസിസ്റ്റർ കൗണ്ട് വരുന്നത് 29,000 ആണ്. മോട്ടറോള 68,000ന്റെ വരുമ്പോഴേക്കും കൗണ്ട് വരുന്നത് 68,000 ആണ്. ഇന്റൽ പെന്റിയം വരുമ്പം 31 lakhs ആണ് അതിന്റെ ട്രാൻസിസ്റ്റർ കൗണ്ട് വരുന്നത്. ദെൻ AMD K7 വരുമ്പോഴേക്കും 2 crores 20 lakhs. ദെൻ ലാസ്റ്റ് കോർ i7 വരുമ്പം 73 crores 10 lakhs ആണ് അതിന്റെ ട്രാൻസിസ്റ്റർ കൗണ്ട് വരുന്നത്. ആ ഒരു ടേബിൾ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കുറേ ജനറേഷൻ, നമ്മൾ 5 ജനറേഷൻസ് നമ്മൾ പഠിച്ചല്ലേ കമ്പ്യൂട്ടേഴ്സിന്റെ. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പാൻഡ് ദ ഫോളോയിങ്. ഇനിയാക്കിന് ഫുൾ ഫോം എന്താ? ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. താഴെ ആൻസർ ഉണ്ട്. അതുപോലെ VLSI എന്ന് പറയുമ്പോഴോ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റർ. അതാണ് അതിന്റെ രണ്ടിന്റെ ഫുൾ ഫോം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 3 generations ഓഫ് കമ്പ്യൂട്ടർ. മൊത്തം 5 നമ്മൾ പഠിച്ചല്ലേ, അതിലേതെങ്കിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ 3 ഏതെങ്കിലും ഇഷ്ടമുള്ള 3 ജനറേഷൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇനി ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ജോൺ വോൺ ന്യൂമാൻസ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. എന്താണ് അതിന്റെ ആർക്കിടെക്ചർ വരുന്നത്? എങ്ങനെയാ? ഫസ്റ്റ് ഒരു ഇൻപുട്ട് ഡിവൈസ് വരും, അതിനുശേഷം CPU വരും, CPUവിൽ CUം ALUം മെൻഷൻ ചെയ്യുക, അതിന് താഴെ മെമ്മറി യൂണിറ്റ് വരും, ദെൻ ലാസ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസ് വരും. ആ ഒരു സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അതുപോലെ തന്നെ വരയ്ക്കാം. ഇനി കമ്പയർ എനി 3 features ഓഫ് 5 generations ഓഫ് കമ്പ്യൂട്ടർ. എന്താണ്? നമ്മൾ ലാസ്റ്റ് ഒരു ടേബിൾ പഠിച്ചല്ലേ, 5 ജനറേഷൻസിന്റെ ഒരു ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്ത് പഠിച്ചു ഫീച്ചേഴ്സിന്റെ. അതിലേതെങ്കിലും 3 എഴുതാം. ഓക്കെ. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഓവർ ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? എന്താണ്? ഫസ്റ്റ് ജനറേഷനിൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സൈസ് എങ്ങനെയാ? ഒരു റൂമിന്റെ സൈസ് ആയിരുന്നു അല്ല, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര വലിയ ഫീച്ചേഴ്സ് ആണ് അതിന് വന്നിരുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു വാക്യൂം ട്യൂബ്സിന് പകരം നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ചപ്പോഴേക്കും അതിന്റെ സൈസിൽ തന്നെ വലിയൊരു ചേഞ്ച് വന്നു. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് എഴുതാം. ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനിലേക്ക് വന്ന ആ ഒരു എവല്യൂഷന്റെ ചേഞ്ചസ് ആണ് നമ്മൾ അവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? എന്താണ് നമ്മളിപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫോർത്ത് ജനറേഷനിൽ വരുന്നതാണ്. അവിടെ മെയിൻ ആയിട്ട് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് വരുന്നത്. അതിൻ്റെ സ്പീഡും എഫിഷ്യൻസിയും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അത് അവിടെ മെൻഷൻ ചെയ്യാം. ഇനി വാട്ട് ഡസ് എഡ്വർക്ക് സ്റ്റാൻഡ്സ് ഫോർ? എന്താണ്? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അതാണ് എഡ്വർക്കിൻ്റെ ഫുൾ ഫോം. ഇനി order the following technologies according to different generations of a computer. അതൊരു ഓർഡർ ആക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് ട്രാൻസിസ്റ്റർ വന്നിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ ഏത് ജനറേഷനാണ്? സെക്കൻഡ് ജനറേഷൻ ആണ് അല്ലേ? അപ്പോൾ അത് സെക്കൻഡ് ജനറേഷൻ. വാക്യൂം ട്യൂബ് എന്ന് പറയുന്നതോ ഫസ്റ്റ് ജനറേഷൻ ആണ്. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫിഫ്ത്ത് ജനറേഷൻ. ദെൻ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഫോർത്ത് ജനറേഷൻ ആണ്. അപ്പോൾ ആ ഓർഡർ കിട്ടിയില്ലേ? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ 4 ഡെഫിനേഷൻ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം. ട്രാൻസിസ്റ്റർ എന്താണ്? വാക്യൂം ട്യൂബ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഇന്ന് 4 ഡെഫിനിഷൻ എഴുതാം. ഇനി a full room sized computer in the first generation now becomes palm sized by the fourth generation. Explain the technological changes that made it possible. എന്താണ്? ഫസ്റ്റ് ജനറേഷനിൽ കമ്പ്യൂട്ടറിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു റൂമിന്റെ സൈസ് ആയിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലായി അല്ലേ? അപ്പോൾ അതിന്റെ മെയിൻ റീസൺ എന്താ? നമ്മൾ വാക്യൂം ട്യൂബ് മാറി ട്രാൻസിസ്റ്റർ ആക്കി, അത് കഴിഞ്ഞ് എന്താ മൈക്രോ പ്രോസസ്സർ, IC ചിപ്സ്, അങ്ങനെ നമ്മൾ അതിൽ ചേഞ്ചസ് വന്നപ്പോഴേക്കും അതിൻ്റെ സൈസിൽ തന്നെ ഏറ്റവും വലിയ ചേഞ്ച് വന്നതല്ലേ? അപ്പോൾ ആ ഒരു ചേഞ്ച് എന്തൊക്കെയാണ്, ആ ഒരു ടെക്നോളജിയിൽ വന്ന ചേഞ്ചസ് എന്നുള്ളത് ഓരോന്നുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി സ്റ്റേറ്റ് മോർസ് ലോ ആൻഡ് ഡിസ്കസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. എന്താണ് മോർസ് ലോ എന്ന് പറയുന്നത്? ഒരു ഒബ്സർവേഷൻ ആണ്, ഒരു ലോ ആയിട്ടല്ല. എന്നാലും എന്താണ് മോർസ് ലോ എന്നുള്ളത് അവിടെ എഴുതാം. നമ്മൾ 2 years കൂടുമ്പോഴേക്കും ട്രാൻസിസ്റ്റർ കൗണ്ട് ഡബിൾ ആവും എന്നാണ് ആ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ ഒരു ലോ പറയുന്നത്. അപ്പോൾ അത് അവിടെ എഴുതാം. ഇനി ഫോളോയിങ് ആർ സം ഫാക്ട്സ് റിലേറ്റഡ് ടു എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ അത് നമുക്ക് ഏത് ജനറേഷൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളതും പിന്നെ അതിൻ്റെ കുറച്ച് ബ്രീഫായിട്ട് നമുക്കൊരു നോട്ട് എഴുതണം. എന്താണ്? യൂസേജ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്റേഴ്സിൻ്റെ യൂസേജ് വരുന്നത് ഏത് ജനറേഷനിലാണ്? സെക്കൻഡ് ജനറേഷനിലാണ് അല്ലേ? അപ്പോൾ അത് വന്നപ്പോൾ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്? മെയിനായിട്ടും അതിൻ്റെ സൈസിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതും. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. എവിടെയാണ് അത് നമ്മൾ യൂസ് ചെയ്തത്? ഫോർത്ത് ജനറേഷനിലാണ് അല്ലേ? അപ്പോൾ അത് വന്നപ്പോൾ ഉണ്ടായിരുന്ന ചേഞ്ചസ് എന്താണെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യാം. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇനിയാക്. ഇനിയാക്കിൻ്റെ കൺസ്ട്രക്ഷൻ എവിടെയാണ്? ഫസ്റ്റ് ജനറേഷനിലാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്ത കമ്പ്യൂട്ടർ ആയിട്ടാണ് നമ്മൾ ഇനിയാക്ക് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അവിടെ പറയാം. ഇനിയാക്കിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? നമ്മൾ 1,50,000 watts ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറഞ്ഞ് 30 to 50 feet ലോങ്, അങ്ങനെ നമ്മൾ കുറേ ഫീച്ചേഴ്സ് പഠിച്ചു. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ പറയാം. ദെൻ കാറ്റഗറൈസ് ദീസ് അണ്ടർ റെസ്പെക്റ്റീവ് ജനറേഷൻ. ഓരോ ജനറേഷൻ്റെ ഇടയിൽ കാറ്റഗറൈസ് ചെയ്ത് അതിനെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. എന്താണ്?
5 ജനറേഷൻ ഉണ്ട്, 5 ജനറേഷൻ എന്താണെന്നുള്ള അതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങ് എഴുതാം. ഏറ്റവും സിമ്പിൾ ആ ഒരു ടേബിൾ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി ഈസി ആയിരിക്കും അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. എന്താണ് കമ്പ്യൂട്ടിംഗ് മെഷീൻസ്? നമ്മളുടെ ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്നത്. ഈ 1940s നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിരുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ ടാസ്ക് പെർഫോം ചെയ്യാനാണ്. അതായത് ഈ ഒരു കാൽക്കുലേറ്റർ പോലുള്ള ഏതെങ്കിലും ഒരു സിംഗിൾ ടാസ്കിന് വേണ്ടിയിട്ട്. എന്നാൽ കറന്റ്ലി നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ടാസ്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിന് മെയിൻ ആയിട്ടൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ജോൺ വോൺ ന്യൂമാന്റെ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് വന്നതോടുകൂടി നമുക്ക് മെമ്മറിയിൽ ഡാറ്റയും ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോഗ്രാമിനെ പറ്റിയാണ്. എന്താണ് പ്രോഗ്രാം? നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടല്ലേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. സിംപ്ലി ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ജോബ്, ഒരു സ്പെസിഫിക് ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Program is a collection of instructions for executing a specific job or task. അടുത്ത നമ്മൾ ഒരാളെ പരിചയപ്പെടുകയാണ്, അഗസ്റ്റ അഡ ലോലിസ്. ഈ ഒരാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരാളാണ് നമ്മുടെ ഫസ്റ്റ് ലേഡി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത്. അഗസ്റ്റ അഡ ലോലിസ്, ഷി വാസ് ദ കൗണ്ടസ് ഓഫ് ലോലിസ് ആൻഡ് ഷി വാസ് ഓൾസോ എ മാത്തമാറ്റീഷ്യൻ ആൻഡ് റൈറ്റർ ആൻഡ് ഷീ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ലേഡി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ നമുക്ക് പരിചയം ഉണ്ടല്ലേ? നമുക്ക് അറിയാവുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാ? C++, ജാവ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ലോ ലെവൽ ലാംഗ്വേജസ്, അതായത് മെഷീൻ ലാംഗ്വേജ്. രണ്ടാമത് വരുന്നതാണ് മിഡിൽ ലെവൽ ലാംഗ്വേജസ്, അതായത് അസംബ്ലി ലാംഗ്വേജ്. അടുത്തത് വരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മൾ പറയുന്ന C++, ഒക്കെ വരുന്നത് ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്ക് ആദ്യം മെഷീൻ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം, അതായത് ലോ ലെവൽ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ഫോർ യൂസിങ് കമ്പ്യൂട്ടർ വാസ് മെഷീൻ ലാംഗ്വേജ്. ആദ്യം ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് ആണ് ഈ ഒരു മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ബൈനറി ലാംഗ്വേജ് എന്നുകൂടി പറയും. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആകെ 2 കാര്യങ്ങളാണ്, 2 സിമ്പിൾസ് ആണ്. 0ഉം 1ഉം മാത്രമാണ് നമ്മൾ ഇവിടെ പ്രോഗ്രാം എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ബട്ട് ദിസ് ഈസ് ദ ഓൺലി ലാംഗ്വേജ് വിച്ച് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്ന ലാംഗ്വേജ് ഈ ഒരു മെഷീൻ ലാംഗ്വേജ് ആണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നതും ഈ ഒരു ലാംഗ്വേജ് തന്നെയാണ്. ഇംപ്രൂവ് ദ ഓവറോൾ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി പ്രോഗ്രാമിംഗ് പ്രോസസ്. ഡിഫിക്കൽട്ടി ഇൻ ഫൈൻഡിങ് ആൻഡ് റെക്ടിഫൈങ് പ്രോഗ്രാമിംഗ് എറേഴ്സ് ആൻഡ് ഇറ്റ്സ് മെഷീൻ ഡിപ്പെൻഡൻസി. അതായത് ഇതൊരു മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 0ഉം 1ഉം മാത്രം ഈ ഒരു പ്രോഗ്രാമിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എറേഴ്സ് കണ്ടുപിടിക്കാനും അത് റെക്ടിഫൈ ചെയ്യാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രോഗ്രാമർ നീഡ് ടു ഹാവ് ഗുഡ് നോളജ് ഇൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഇതിൽ ഈ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ കുറിച്ച് വളരെ നല്ലൊരു അറിവുള്ള ഒരു പ്രോഗ്രാമറിന് മാത്രമേ ഈ ഒരു ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം മെഷീൻ ലാംഗ്വേജ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഐഡിയ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടിയില്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അസംബ്ലി ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് കഴിഞ്ഞു അടുത്തത് അസംബ്ലി ലാംഗ്വേജ്. ഇനി ഇത്രയും കൂടി ഈസിയാണ്. നമുക്കിവിടെ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് യൂസ് ചെയ്യാം. ഈ ഒരു 0ഉം 1ഉം മെഷീൻ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്ത 0ഉം 1ഉം പകരം ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ ഇൻ അസംബ്ലി ലാംഗ്വേജ് നെമനിറ്റ്സ് ആർ യൂസ്ഡ് ടു റൈറ്റ് പ്രോഗ്രാംസ്. അതായത് കോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട്. കോഡ്സ് എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് നോക്കും. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ബിൽറ്റ് ഡ്യൂറിംഗ് 1941 വാസ് ദ ഫസ്റ്റ് ടു യൂസ് അസംബ്ലി ലാംഗ്വേജ്. ആദ്യമായിട്ട് അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്ത ഡിവൈസ് അത് ഏതാണ്? ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഇതിലാണ് ആദ്യം നമ്മൾ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡഡ് ആണ്. അതായത് ഒരു മെഷീന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഈ ഒരു പ്രോഗ്രാം വേറൊരു മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും മെഷീൻ ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കോഡ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ, ആ കോഡ്സ് എങ്ങനെയാ? ഇപ്പം നമ്മൾ ADD എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ADD A,B, ആഡ് A,B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എയും ബിയും നമ്മൾ ആഡ് ചെയ്യാം, A+B. അതുപോലെ SUB സബ് A,B എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് വരുന്നത് എയും ബിയും നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം.
INC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇൻക്രിമെൻ്റ് ആണ്. ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1. എ ഇൻക്രിമെൻ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A = A+1. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കോഡ്സ് നമുക്കിവിടെ അസംബ്ലി ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇത്രയും ക്ലിയർ ആയില്ലേ? ഇതാണ് അസംബ്ലി ലാംഗ്വേജ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ലാസ്റ്റ് വൺ. നമ്മളിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം യൂസ് ചെയ്തത് എന്താ? 0ഉം 1ഉം. അത് കഴിഞ്ഞ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, നമ്മൾ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം എഴുതുന്നത്. ഇത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് 2 ലാംഗ്വേജും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജസ് എല്ലാം തന്നെ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു കോഡ് നമുക്ക് എഴുതിയാൽ അത് വേറെ ഏത് മെഷീനിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ പറ്റി വലിയ നോളജ് ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും, കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ ഒരു പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കത് എഴുതാൻ പറ്റും. അതിനെപ്പറ്റി കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ പറ്റി വലിയ നോളജ് വേണമെന്നില്ല. പക്ഷേ മെഷീൻ ലാംഗ്വേജ് എഴുതണമെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ പറ്റി വലിയൊരു നോളജ് ഉണ്ടാവണം. ഓക്കെ, a programming language developed by Dr. Grace Hopper in 1952 for UNIVAC is the first high-level language. UNIVAC-നെ വേണ്ടിയിട്ട് ഡോക്ടർ ഗ്രേസ് ഹോപ്പർ ക്രിയേറ്റ് ചെയ്തതാണ് ആദ്യത്തെ ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്ത് ഏതാ? ഫോർട്രാൻ ഡെവലപ്പ് ചെയ്തു. അത് IBM 704 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ലിസ്പ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അത് രണ്ടും കുറച്ച് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. അതുപോലെ നമുക്ക് പരിചയമുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ഏതൊക്കെയാ? C++, ജാവ, VB എന്നൊക്കെ പറയുന്നത് നമുക്ക് പരിചയമുള്ള നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലേ. ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ഒരേപോലെ എഴുതാം, പഠിച്ചെഴുതാനായിട്ട് നമുക്കത് ചെയ്യാനായിട്ടും എളുപ്പമാണ്. എന്നാൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഏതാ? മെഷീൻ ലാംഗ്വേജ് ആണ് അല്ലേ. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാനും വായിക്കാനും എളുപ്പമായിരിക്കും. പക്ഷെ ആ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്നത് ബൈനറി കോഡാണ്. അതായത് 0ഉം 1ഉം വെച്ച് എഴുതുന്ന ആ ഒരു ബൈനറി കോഡ് മാത്രമേ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവൂ. അപ്പം നമ്മൾ എഴുതുന്ന ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയാലല്ലേ അതിന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന് അത് റൺ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു പ്രോസസ്സ് ചെയ്യണം. എന്താണ്? ട്രാൻസ്ലേഷൻ ചെയ്യണം. A translation process is necessary to convert the high-level code written in a programming language to machine code that computer can execute. നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലാംഗ്വേജ് പ്രോസസ്സർ അല്ലെങ്കിൽ കമ്പൈലർ. കമ്പൈലർ കേട്ട് പരിചയമുണ്ടാവും അല്ലേ? നമ്മൾ ഏത് ലാംഗ്വേജിനും ഒരു കമ്പൈലർ ഉണ്ടാവും. ആ ഒരു കമ്പൈലർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മെഷീൻ കോഡായിട്ട് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, the compiler reads the source code written in a particular programming language and translate it into machine code that computer can understand and execute. നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി once the compiler has generated the machine code, it can be executed directly by the computer's CPU without any further translation needed. എന്താണ്? ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ട്രാൻസ്ലേഷൻ പ്രോസസ്സിൻ്റെ ആവശ്യമില്ലാതെ CPU-ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കോഡ് റൺ ചെയ്യാനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. This allows programmers to write programs in a high-level language, which is easier to read and write while still being able to run efficiently on the computer. എന്താണ്? ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട്, ഈ ഒരു കമ്പൈലർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുകയും ചെയ്യാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് ഈ ഒരു കമ്പൈലർ വഴി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ആ ഒരു മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റി കഴിയുമ്പോൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പറയുന്നത്. ഏതൊക്കെ പഠിച്ചു? ഫസ്റ്റ് മെഷീൻ ലാംഗ്വേജ് പഠിച്ചു, അത് കഴിഞ്ഞ് അസംബ്ലി ലാംഗ്വേജ് പഠിച്ചു, ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് പഠിച്ചു. ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അൽഗോരിതം ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. എന്താണ് അൽഗോരിതം എന്ന് പറയുന്നത്? ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ട് സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രോബ്ലത്തിന് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ആ ഒരു പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റാണ് അല്ലെങ്കിൽ അതൊരു കറക്റ്റ് സീക്വൻസിലാണ് പോകുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ ഈ ഒരു അൽഗോരിതം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാനായിട്ട് ഒരു എഫക്റ്റീവ് ടൂളായിട്ട് നമുക്ക് ഈ ഒരു അൽഗോരിതത്തിനെ യൂസ് ചെയ്യാം.
നെക്സ്റ്റ് തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ്. എന്താണ് ഈ ഒരു തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്? ഹൗ എഫിഷ്യൻ്റ്ലി പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ അൽഗോരിതം ആൻഡ് കമ്പ്യൂട്ടേഷൻ. ഈ ഒരു അൽഗോരിതം കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്ത് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാമെന്ന് പറയുന്നതാണ് ഈ ഏരിയ. ഓക്കെ, ദ സ്റ്റഡി ഓഫ് ദി എഫക്റ്റീവ്നെസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ എ മാത്തമാറ്റിക്കൽ സബ്ട്രാക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഈസ് കോൾഡ് എ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് ട്യൂറിംഗ് മെഷീനാണ്. അത് ഡെവലപ്പ് ചെയ്തത് അലൻ ട്യൂറിംഗ് ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു ട്യൂറിംഗ് മെഷീനെ തന്നെയാണ്. ഹി വാസ് എ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ, ക്രിപ്റ്റോഗ്രാഫർ ആൻഡ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്. ഓക്കെ, പുള്ളിയാണ് ഈ ഒരു നമ്മുടെ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന സംഭവത്തിലൂടെ ഈ അൽഗോരിതം ആൻഡ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഓക്കെ, ഹി ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ ക്യാൻ മെഷീൻസ് തിങ്ക് ലെറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി like the foundation for the studies related to the computing machinery and intelligence. എന്താണ് can machines think? മെഷീൻസിന് ചിന്തിക്കാൻ പറ്റുമോ നമ്മളെപ്പോലെ? നമുക്ക് മനുഷ്യർക്ക് നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടല്ലേ, അതുപോലെ മെഷീൻസിന് തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു നമ്മുടെ ഇപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഈ ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അലൻ ട്യൂറിങ്ങിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ വിളിക്കും. നമ്മുടെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ് ആണ് അല്ലേ, അത് നമുക്കറിയാം. അപ്പം ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു അലൻ ട്യൂറിംഗ് ആണ്. അതേപോലെ ഇദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നും പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്യൂറിംഗ് മെഷീൻ. In 1936 അലൻ ട്യൂറിംഗ് ഇൻട്രൊഡ്യൂസ്ഡ് എ മെഷീൻ കോൾഡ് ട്യൂറിംഗ് മെഷീൻ. എങ്ങനെ അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ ഡിവൈസ് ദാറ്റ് മാനിപ്പുലേറ്റ്സ് സിമ്പിൾസ് ഓൺ എ സ്ട്രിപ്പ് ഓഫ് ഇൻഫിനിറ്റ്ലി ലോങ് ടേപ്പ് അക്കോർഡിംഗ് ടു ദി ടേബിൾ ഓഫ് റൂൾസ്. നമുക്ക് കുറച്ച് ടേബിൾ ഓഫ് റൂൾസ് ഉണ്ട്, ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു ടേപ്പ് ഉണ്ട്, അതിലെ സിമ്പിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് ടേപ്പ് കണ്ടെയ്ൻസ് എ ബ്ലാങ്ക് സ്പേസ് ഓർ 0 or 1. എന്താണ്, നമുക്ക് താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ ഒരു ടേപ്പിൻ്റെ ചെറിയൊരു പോർഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ സെൽസ് ഉണ്ട്. ഈ സെൽസിൽ ഒന്നില്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ 0 ഓക്യുപ്പൈ ചെയ്യും, അല്ലെങ്കിൽ 1. ഈ 3 സിമ്പിൾസ് ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ 3 സിമ്പിൾ ട്യൂറിംഗ് മെഷീൻ എന്നുകൂടി നമ്മൾ വിളിക്കും. ഓക്കെ, ദി മെഷീൻ ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് 1 സെൽ അറ്റ് എ ടൈം. ഒരു സെല്ല് റീഡും റൈറ്റും ചെയ്യാനായിട്ട് പറ്റും അറ്റ് എ ടൈം, ഒരു സെല്ലിന്. യൂസിങ് എ ടേപ്പ് ഹെഡ് ആൻഡ് മൂവ് ദ ടേപ്പ് ലെഫ്റ്റ് ഓർ റൈറ്റ് by one cell so that the machine can read and edit the symbol in the neighboring cell. എങ്ങനെയാണ്? നമുക്ക് ഈ ഒരു ഫിഗറിൽ ഈ ഒരു 1നെ മാത്രം ഇത്തിരി ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതായത് അതാണ് ഇവിടുത്തെ ഹെഡായിട്ട് നമ്മൾ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ടേപ്പ് ഹെഡ്. ഈ ടേപ്പ് ഹെഡിനെ നമുക്ക് ഒന്നില്ലെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്തിട്ട് ആ സെല്ലിനെ നമുക്ക് റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യാം അറ്റ് എ ടൈം, 1 സെല്ലിനെ മാത്രം. Okay, the action of a Turing machine is determined by the current state of machine. Currently അതിൻ്റെ സ്റ്റേറ്റ് ഏതാണ്? ഇവിടെ ഇപ്പോൾ ഏതാ? 1 ആണ് ഇവിടുത്തെ സ്റ്റേറ്റ്. The symbol in this cell currently being scanned by the head. ആ ഹെഡ് കറൻ്റ്ലി അതിൽ ഏതാന്നുള്ളത് സ്കാൻ ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഒരു റൂൾസ് വെച്ചിട്ട് അത് റീഡ് ചെയ്യോ റൈറ്റ് ചെയ്യോ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു പ്രോഗ്രാം നമ്മളവിടെ പെർഫോം ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു ട്യൂറിംഗ് മെഷീൻ്റെ വർക്കിംഗ് പറയുന്നത്. അടുത്തത്, the Turing machines have similarities with modern computers. എന്താണ്, നമ്മളിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് ഈ ഒരു ട്യൂറിംഗ് മെഷീന് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഏറ്റവും മെയിനായിട്ടും അതിൽ ഒരു മെമ്മറി ഉണ്ട് അല്ലേ, ടേപ്പ് മെമ്മറി ഉണ്ട്. റീഡ് റൈറ്റ് ഹെഡ് മെമ്മറി ബസ്, ഇനീഷ്യൽ അറേഞ്ച്മെന്റ്സ് ഓഫ് സിമ്പിൾസ് ഓൺ എ ടേപ്പ്, ഇൻപുട്ട് ഗിവൺ ടു ദി കമ്പ്യൂട്ടർ. എന്താണ്, ഇൻപുട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ദ സ്റ്റെപ്സ് ഓഫ് ട്യൂറിംഗ് മെഷീൻ കറസ്പോണ്ട്സ് ടു ദ റണ്ണിങ് ഓഫ് കമ്പ്യൂട്ടർ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ റൺ ചെയ്യുന്നു, നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ റൺ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു ട്യൂറിംഗ് മെഷീനിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മോഡേൺ കമ്പ്യൂട്ടേഴ്സിനും ട്യൂറിംഗ് മെഷീനും തമ്മിൽ ചെറിയൊരു സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് ട്യൂറിംഗ് ടെസ്റ്റ് ആണ്. നമ്മൾ ട്യൂറിംഗ് മെഷീൻ എന്താണെന്ന് നോക്കി അടുത്തത് ട്യൂറിംഗ് ടെസ്റ്റ് ആണ്. അലൻ ട്യൂറിങ്ങിൻ്റെ തന്നെ ഒരു പേപ്പറായ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇൻ്റലിജൻസ് എന്നതിലാണ് ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ട്യൂറിംഗ് ടെസ്റ്റ് ഇൻവോൾവ്സ് എ ഹ്യൂമൻ ഇൻട്രോഗേറ്റർ ആൻഡ് 2 കോണ്ടസ്റ്റൻസ്, എ കമ്പ്യൂട്ടർ ആൻഡ് എ ഹ്യൂമൻ. എന്താണ്, അതിലൊരു ഇൻട്രോഗേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ കോണ്ടസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു കമ്പ്യൂട്ടറും ഒരു ഹ്യൂമനും ആണ്. ഓക്കെ, ദ ഇൻട്രോഗേറ്റർ കൺവേഴ്സ് വിത്ത് ദീസ് കോണ്ടസ്റ്റൻസ് വിത്തൗട്ട് നോയിങ് ദ ഐഡന്റിറ്റി. അവരുടെ ഐഡന്റിറ്റി അറിയില്ല ഇൻട്രോഗേറ്ററിന്. ഓക്കെ, അപ്പം ആഫ്റ്റർ ലോങ് ടൈം ഓഫ് കോൺവെർസേഷൻ ഈ ഒരു ഇൻട്രോഗേറ്ററിന് ഹ്യൂമൻ ബീയിൽ നിന്ന് ഈ ഒരു കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഇവിടെ ഈ ഒരു ടെസ്റ്റ് പാസ്സാവുമെന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് കൺസിഡർഡ് ആസ് ഇറ്റ് ഈസ് ഇൻ്റലിജൻറ്റ്. ഈ ഒരു കമ്പ്യൂട്ടർ ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മൾ
പറയും. നമ്മുടെ ട്യൂറിംഗ് പറയുന്നത് ഏകദേശം ഒരു 2000 ആകുമ്പോഴേക്കും കമ്പ്യൂട്ടേഴ്സ് ഈ ഒരു ടെസ്റ്റ് പാസ്സാകും എന്നാണ്. ബട്ട് കറന്റ്ലി ട്യൂറിംഗ് ടെസ്റ്റ് ഒരു കമ്പ്യൂട്ടേഴ്സും പാസ്സായിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അലൻ ട്യൂറിംഗിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഈ ഒരു ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ട്യൂറിംഗ് മെഷീൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ട്യൂറിംഗ് ടെസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ഈസ് റിഗാർഡഡ് ആസ് എ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് ആസ് വെൽ ആസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആരാ? ചാൾസ് ബാബേജ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ മാറിപ്പോകരുത്. On what factors the action of Turing machine depends? എങ്ങനെയാണ്? 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കറണ്ട് സ്റ്റേറ്റ് ഓഫ് മെഷീൻ. എന്താണ് അതിൻ്റെ കറണ്ട് സ്റ്റേറ്റ്? ദെൻ ആ സെല്ലിൽ ഒക്യുപ്പൈ ചെയ്യുന്ന സിമ്പിൾ ഏതാന്നുള്ളത് നോക്കുക. ദെൻ നമ്മുടെ കുറച്ച് ട്രാൻസിഷൻ റൂൾസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്യൂറിംഗ് മെഷീൻ്റെ ആക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഡാഷ്. എന്താണ്? സോഴ്സ് കോഡ്. സോഴ്സ് കോഡ് എന്നാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേര്. Who was the first programmer in the world? Augusta Ada Lovelace. She was the first programmer in the world. Computing machines recognizes and operates in dash language. കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്ന ലാംഗ്വേജ് ഏതാ? മെഷീൻ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ബൈനറി കോഡ്, ലോ ലെവൽ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്. ദെൻ give the name for a simple kind of theoretical computing machine. ഏതാണ്? ട്യൂറിംഗ് മെഷീൻ. നമ്മുടെ അലൻ ട്യൂറിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്ത ട്യൂറിംഗ് മെഷീനാണ് തിയറിറ്റിക്കൽ കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ഏതാണ്? നമ്മൾ 3 ലാംഗ്വേജസ് പഠിച്ചല്ലേ? ലോ ലെവൽ ലാംഗ്വേജസ്, അതായത് മെഷീൻ ലാംഗ്വേജ്, ദെൻ അസംബ്ലി ലാംഗ്വേജ്, ദെൻ ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എവല്യൂഷൻ പറയാം. ഡിസ്കസ് ദ വർക്കിംഗ് ഓഫ് ട്യൂറിംഗ് മെഷീൻ. ട്യൂറിംഗ് മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതിനൊരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രിപ്പ് ഉണ്ട്. അത് അതിൻ്റെ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതിന് 3 സിമ്പിൾസ് നമ്മൾ കൊടുക്കും, ബ്ലാങ്ക്, 0 ഓർ 1. ഓക്കെ, അപ്പം ആ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എക്സ്പ്ലെയിൻ ട്യൂറിംഗ് ടെസ്റ്റ് ഇൻ ഡീറ്റെയിൽ. ട്യൂറിംഗ് ടെസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? അതിൽ ഒരു ഇൻട്രോഗേറ്റർ ഉണ്ടാവും, 2 കോൺടെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, ആ ടെസ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. Why it is said that Turing machines are equivalent to modern electronic computers at a certain theoretical level? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ട്യൂറിംഗ് മെഷീനും നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടേഴ്സിനും കുറേ സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലേ? എന്താണ്? ടേപ്പ്, നമുക്ക് ആ ഒരു ടേപ്പിന് മെമ്മറി ആയിട്ട് പറയും, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് തന്നെ നമ്മൾ കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺസ് ആൻഡ് മെഷീൻ എവല്യൂഷൻ പഠിച്ചു അല്ലേ? അവിടെ നമുക്ക് കുറേ നമ്പർ സിസ്റ്റം പരിചയപ്പെട്ടു. കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത മെഷീൻസ് പറഞ്ഞു, അതിൻ്റെ എവല്യൂഷനാണ് നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞ് സെക്കൻഡ് പോർഷനായിട്ട് നമ്മൾ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിച്ചല്ലേ? 5 ജനറേഷൻ പഠിച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ആ ഒരു ടോപ്പിക്കിലാണ് നമ്മൾ അൽഗോരിതം, പ്രോഗ്രാം, അതുപോലെ തന്നെ ട്യൂറിംഗ് ടെസ്റ്റ്, ട്യൂറിംഗ് മെഷീനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം പോയിന്റ് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.